മഹാനായ മുൻ പ്രധാനമന്ത്രി ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹവും ഓടി നടക്കുകയായിരുന്നു. ഇന്ത്യ വിഭജനത്തിന് ശേഷം, ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രധാനമന്ത്രിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ദാരിദ്ര്യവും പിന്നോക്കാവസ്ഥയും ഒറ്റപ്പെടലും ഇവയെല്ലാം മാത്രമായിരുന്നു അന്ന് ഇന്ത്യയിലുണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ തരിപ്പണമാക്കിയ ഒരു ഭരണ സംവിധാനം, അതിനെ ജനാധിപത്യവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇവിടെ വേണ്ടിയിരുന്നു. പക്ഷേ ദാരിദ്ര്യത്തിൻ്റെ ആ പ്രതിസന്ധി അതിനെ മറികടക്കുന്നതിന് വേണ്ടി മഹാനായ ജവഹർലാൽ നെഹ്റു ഓടി നടക്കുകയാണ് ചെയ്തത്. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും അദ്ദേഹം സഞ്ചരിച്ചു. ഓരോ ലോകരാഷ്ട്രങ്ങളിലും അവിടെ ഗോതമ്പുണ്ടോ അരിയുണ്ടോ എന്നന്വേഷിക്കുന്നതിന് വേണ്ടിയാണ്, ഇന്ത്യയിലെ ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ ധീരമായിട്ടുള്ള യാത്രകളും അദ്ദേഹത്തിൻ്റെ പര്യടനങ്ങളും ലോകശ്രദ്ധ പിടിച്ചുപറ്റിയതാണ്. അതിനുശേഷം കോൺഗ്രസ് ഭരണം ഇവിടെ 30 വർഷക്കാലം നിരന്തരമായി തുടർന്നു എന്ന് നമുക്കറിയാം. ആ കോൺഗ്രസ് ഭരണത്തിൻ്റെ അതിൻ്റെ അവസാനത്തെ പ്രതിനിധിയായിരുന്ന, ഏറ്റവും ഒടുവിൽ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന മഹാനായ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ ഇന്ത്യ ഭക്ഷ്യ സുരക്ഷാ നിയമം പാസ്സാക്കിക്കൊണ്ടാണ് അന്ന് UPA ഗവൺമെൻറ് പാർലമെൻറ്റിൽ പ്രവർത്തിച്ചത്. അത്രയ്ക്കേറെ രാജ്യത്തിൻ്റെ ഭക്ഷ്യ മേഖല സുരക്ഷിതമാക്കുവാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് സാധിച്ചു എന്നുള്ളത്. അപ്പോൾ ദീർഘവീക്ഷണത്തോടെയുള്ള ഭരണം, അതാണ് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസ് ഘടകകക്ഷികളുടെ, ഇപ്പോൾ UDF-ൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്നത്. അതുതന്നെയാണ് ഇനിയും നമുക്ക് വേണ്ടത്. അതിനു വേണ്ടിയുള്ളൊരു തിരഞ്ഞെടുപ്പ്, അതിന് ജനങ്ങൾക്ക് കരുത്തു പകരാനുള്ള, ജനാധിപത്യ വിശ്വാസികൾക്ക് കരുത്തും ആവേശം പകരുവാനുമുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് നിലമ്പൂരിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെ പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്തിനെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചു. ഒരു ഭരണാധികാരി എന്നുള്ള നിലക്ക് ആര്യാടൻ ഷൗക്കത്ത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നേരത്തെ നിലമ്പൂരിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, മുനിസിപ്പാലിറ്റിയായപ്പോൾ മുനിസിപ്പൽ ചെയർമാനായി. ആ സന്ദർഭത്തിലൊക്കെ ആര്യാടൻ ഷൗക്കത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതികളുണ്ട്, കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളുണ്ട്, ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള അംഗീകാരം നേടിയിട്ട്, യൂണിസെഫിൻ്റെ പോലും അംഗീകാരം നേടിയിട്ടുള്ള ബാലക്ഷേമ പരിപാടികൾ. അപ്പോൾ ഇത്തരം ദീർഘവീക്ഷണത്തോടെയുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുവാൻ ആര്യാടൻ ഷൗക്കത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവും അങ്ങനെയായിരുന്നല്ലോ, കേരളം കണ്ട ഏറ്റവും നല്ല ഒരു ഭരണാധികാരിയായിട്ട് അദ്ദേഹം പേരെടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു പാരമ്പര്യം ഷൗക്കത്തിനും ഉണ്ട് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനെല്ലാം അംഗീകാരം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഇവിടെ വരാൻ പോകുന്നത്. അതിന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ പ്രയോജനപ്പെടുത്തുക. ഇവിടെ നേരത്തെ പറഞ്ഞത് ഇടതുപക്ഷ ഗവൺമെൻറ് ഒറ്റ ഓട്ടത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. കുടിശ്ശികയുടെ ഗവൺമെൻറ്റാണ്. ഏത് മേഖലയിൽ കുടിശ്ശികയാണ്. പക്ഷേ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല, അത് കുടിശ്ശികയാണ്. ആശുപത്രികളിൽ മരുന്ന് കൊടുക്കുന്നില്ല, കുടിശ്ശികയാണ്. പിന്നെ ഉള്ളത് അതിൻ്റെ ഒപ്പം കൂട്ടി വായിക്കാൻ പറ്റുന്നത് വേറൊരു കാര്യമുണ്ട്, കുടിയാണ്. കുടിയും കുടിശ്ശികയുമാണ്. കുടി എന്ന് പറഞ്ഞാൽ മദ്യഷാപ്പുകൾ ഇങ്ങനെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു, മദ്യഷാപ്പുകൾ ഇവിടെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുടിയും കുടിശ്ശികയുടെയും ഒരു ഗവൺമെൻറ്റായി ഇടതുപക്ഷം മുന്നണി മാറിയിരിക്കുകയാണ്. അതിനെ തിരുത്താനുള്ള ഒരു നല്ല അവസരമാണ് ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ്. അതിനെല്ലാവരും ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണം.